അപ്പൊ പ്രേക്ഷകരെ, നമ്മുടെ പ്രീ ക്വാർട്ടറിലെ മത്സരം ഇങ്ങനെ വാശിയേറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ. നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഹായ് ഹായ്. അപ്പൊ നമുക്ക് തുടങ്ങണ്ടേ? രവീന്ദ്ര സംഗീതം റൗണ്ട് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത റൗണ്ട്സിലേക്ക് പോകണം. അതിനു മുന്നേ നമ്മുടെ പിള്ളേരെ വെൽക്കം ചെയ്യാം. ഓക്കെ, മാജിക് ബീറ്റ്സ്. ക്യാപ്റ്റന്റെ കോപ്പി അടിച്ചു. ഓക്കെ, അപ്പൊ വെൽ ഡൺ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ്. UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ഏത് റൗണ്ടിലേക്കാന്നറിയോ? അറിയില്ല. ട്രിബ്യൂട്ട് റൗണ്ട് അല്ല, latest hits റൗണ്ടിലേക്ക്. Yes. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. പ്രേക്ഷകരും റെഡി ആയിരുന്നു. അപ്പൊ ആദ്യം വരാൻ പോകുന്നത് മിസ്റ്റിക് രാഗാസിൽ നിന്നാണ്. ആരാണ് ആ പുതിയ അതിഥി? കൂറുമാറിയ ക്യാപ്റ്റൻ. ഓക്കെ ജഡ്ജസ്, അപ്പൊ ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിൽ നമ്മുടെ യശ് ഏത് പാട്ടാണ് പാടാൻ പോകുന്നേന്ന് അറിയോ? ഇല്ലല്ലോ. നമുക്കൊന്ന് അറിയാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹിഷാം അബ്ദുൽ വഹാബ്. ഹായ് ശരത് സർ, MG സർ, ഷാനിക്ക, മഞ്ജരി ചേച്ചി, എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇന്ന് യശ് ഞാൻ സംഗീത സംവിധാനം ചെയ്ത എനിക്ക് വളരെ പ്രിയപ്പെട്ട സോങ് ആരാധ്യ എന്ന് പറഞ്ഞ ട്രാക്ക് ഇന്നിവിടെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതിന് യശിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പാടും. ഹിഷാം ചേട്ടന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് യശ് പാടാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. You're my sunshine, you're my moonlight, you're stars in the sky. Come with me now, you have my desire. Vendiya, Vandaya, Aradhya, Kanavane kelada, Kanavani danada, Kan tirand kaangiren, Kaadal payadada. Narigade, velagade, ഉൾപക്കമിരുന്നാൽ കെട്ടിപ്പോവേൻ, തള്ളിയിരുന്നാൽ നല്ലവനാവേനേ. എൻ പുന്നക എന്നെ കൊയ്வது பொய்யா, மெய்யனை மென்மை செய்வது மெய்ய. ஆராத்யா என் ஆராத்யா, என் இதயில் துணைவியே ஆராத்யா. ஆராத்யா என் ஆராத்யா, கலவியின் தலைவியே ஆராத்யா. கரிகப மகரி தனிரி தனி தபத கரிகப மகரி தனிரி தனி தத தரிரி தத தரிரி தத தரிரி தத பகபத பத தத தரிரி தரி பா மகரி தத பகரி கப கத பத தரி சகரி பகத பகரி தத பகரி ரி கப பகரி கத பரி கத தத பகரி தரி கபத தா.
அச்சங்கள் வீணென்று பெய்யெல்லாம் பொய் என்று நீ தோன்றும் முன் நம்பினே அஞ்சாதே கொஞ்சாதே நீங்காதே എന്നാലും എന്നെ നീങ്ങാതെ நெருகாதே விலகாதே உள் பக்கம் இருந்தால் கெட்டிப்போவேன் தள்ளி இருந்தால் நல்லவனாவேனே உன் புன்னகை என்னை கொய்வது பொய்யாமை என்னை மென்மை செய்வது மெய்ய ஆராத்யா என் ஆராத்யா என் இதய துணைவியே ஆராத்யா ஆராத்யா என் ஆராத்யா கலவியின் தலைவியே ஆராத்யா Very nice. വെരി ഗുഡ് വെരി ഗുഡ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ क्या बात है. യെസ് പാറു ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഭയങ്കര രസമാണ് ആ പാട്ട്. യശിന്റെ വോയിസിന് നന്നായിട്ട് ചേരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് Thank you പാടി. so much, പാറു. Super. Thank you. പിന്നെ ആ ഒരു വിഷസ് കൂടെ കിട്ടുമ്പോ അതിന്റെ എനർജിയും കൂടെ ഉണ്ടായിരുന്നല്ലേ? വേറൊരു എനർജി ആയിരുന്നു. ഓക്കെ, ശരിക്കും. നമുക്ക് ചോദിക്കാം. യെസ് ഷാനിക്ക, യശേ സാർ, ഉഗ്രനാണ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. കുറച്ച് ടെക്നിക്കൽ ഇംപെർഫെക്ഷൻസ്, വളരെ കുറച്ച്. പക്ഷെ ഈ പാട്ട് അതിൻ്റെയൊക്കെ മേലെയായിട്ടാണ് യശ് പാടിയത്. അതെ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. കാരണം ഒന്ന്, എനിക്ക് ഇവനെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഹിഷാമിനെ പരിചയപ്പെടുമ്പം ഹിഷാം സാമി യൂസഫ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. യെസ്. ഇന്റർനാഷണൽ ആർട്ടിസ്റ്റാണ്, UAE ബേസ്ഡ്. സാമി യൂസഫിന്റെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു ഹിഷാം. അവിടുന്ന് ആണ് കാര്യങ്ങൾ അവൻ പഠിക്കുന്നതും എനിക്ക് ഡെമോസ് അയച്ചു തരുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു അടുപ്പം. അങ്ങനെ ഏതോ ഒരു പാട്ട് അവൻ എനിക്ക് അയച്ചു തന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു തലയിൽ. കാരണം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ, ഈ ചിലർ ഹൈ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ക്രീച്ചി ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ഓഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവൻ്റെ ഹൈസൊക്കെ ഭയങ്കര ക്ലീനാണ്. അങ്ങനെയാണ് പിന്നെ തിര എന്ന് പറഞ്ഞ മൂവിയിൽ താഴ്വാരം എന്ന് പറഞ്ഞ പാട്ട് കൊടുക്കുന്നത്. എനിക്കൊന്ന് യശാമ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് അവന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ആണെന്നാണ് എനിക്ക്. പിന്നെ കുറേ പാട്ടുകൾ, മൗനം ചോരും നേരം, ഓം ശാന്തി ഓശാനല്ല, പിന്നെ ടേക്ക് ഓഫില് പുൽക്കൊടിയിൽ പാടി, പിന്നെ അടാർ ലവില് മാഹിയ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അങ്ങനെ കുറേ പാട്ടുകൾ അവന് എനിക്ക് വേണ്ടി പാടി. ഒന്ന് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതെ, നമ്മുടെ ഇവിടെ വന്നല്ലോ. അതെ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യൻ. ഇപ്പം ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമേസിങ് മ്യൂസിക് ഡയറക്ടർ. സോ ഹാപ്പി ദാറ്റ് യു സങ് ഹിസ് സോങ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഞാൻ വേറെ ഒന്നും എൻ്റെ തലയിൽ, എൻ്റെ തലയിൽ ആ പാട്ടാണ്. ഒരു അസാധ്യ പാട്ട്, ഭയങ്കര ഫീലുള്ളൊരു പാട്ട്, നന്നായിട്ട് പാടി യേശ്. താങ്ക് യു സാർ. അപ്പൊ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു ഫീലാണ്, അത് യേശു കൊടുത്തിട്ടുണ്ട്. അതെ, താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ, എടാ ചക്കരെ, യെസ് സാർ. ബ്യൂട്ടിഫുൾ, Thank you, sir. സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. ഇഷാമിന്റെ ഒരു പാട്ട് എടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറെ സന്തോഷം. താങ്ക് യു സാർ. എനിക്ക് പിന്നെ ഉൻ പക്കം വരുന്നാൽ എന്താണിത്? ഉൻ പക്കമിരുന്നാൽ കെട്ടിപ്പോവേൻ. എടാ അത് കെട്ടിപ്പോകുന്ന മലയാളത്തിലാടാ. നീ അടുത്തുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പോകുമെന്ന്. അങ്ങനല്ല, കെട്ടിപ്പോവാൻ. അതൊക്കെയാണ് അതിന്റെ ഒരു തമിഴിന്റെ ഒരു ബ്യൂട്ടി. അതാണ് കേട്ടോ. അത് Okay, sir. എന്തൊരു ലാംഗ്വേജ് ആണ്, എന്ത് സുഖമുള്ള മൊഴിയാണ് തമിഴ്. ആഹാ, എന്തെഴുതിയാലും സുഖമാണ്. അത് ആ സ്വരമൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വണ്ടർഫുൾ, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ സൊൽവായ അത് കുറച്ച് ഷൗട്ടിങ് ആയി പോയോന്ന് എനിക്ക്. നീ അത് മാത്രം ഒന്ന് പാടി കേൾപ്പിക്കാൻ ഒരു സമാധാനപരമായിട്ട്. மார்போடு நான் தந்து ஓர் முத்தம் மேலேறி மோட்சங்கள் அடைகின்றதோ சொல்வாயா. ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ഓവർ. അത് മൈക്കും വായിക്കാത്തായിരുന്നെന്ന് തോന്നുന്നു. അതൊക്കെ നോക്കിക്കൊള്ള. ഓക്കെ സാർ. അതും പിന്നെ നമ്മുടെ കോറസ് പിള്ളേരും ഒക്കെ നന്നായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ യശേ, എനിക്കൊരൊറ്റ കാര്യം നിന്റെ അടുത്ത് പറയാനുള്ളൂ. പ്ലീസ് സാർ.
ഐ ലവ് യു. ലവ് യു ടു സർ. ഓക്കെ MG സാർ. യഷ്, സർ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. യെസ് സർ. ഐ ലവ് യു എന്നാണോ? ഐ ലവ് യു. അയ്യോ താങ്ക് യു സർ. ലവ് യു ടു സർ. താങ്ക് യു സർ. യഷിനോടൊരു പ്രണയം തോന്നി. ശോ. ഒരു രക്ഷയില്ല. കാരണം യഷ് അമ്മാതിരിയാ പാടിയത്. താങ്ക് യു സർ. അതിമനോഹരമായിട്ട് Thank you, sir. ആ പാട്ടിന് എന്ത് കൊടുക്കണോ ഫീല് അത് അസാധ്യമായിട്ട് പാടി. എടുത്തു പറയേണ്ടത് സ്വരം വെച്ച് സ്പ്രിഞ്ചി. താങ്ക് യു സർ. ആഹാ. താങ്ക് യു സർ. പിന്നെ ഇഷാമിന്റെ അതിനകത്ത് ആ ചേഞ്ച് ഓവേഴ്സ് വരുന്നുണ്ടല്ലോ, പെട്ടെന്ന് മൃദംഗം വരുന്നുണ്ടല്ലോ, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നല്ല ബ്രില്യൻസ് ഉണ്ട് അതിനൊക്കെ. പിന്നെ അണ്ണാച്ചി പറഞ്ഞ ആ സ്ഥലം ഉണ്ടല്ലോ സൊൽവായോ, അവിടെ അങ്ങനെ പാടുമ്പോൾ കുറച്ച് മൈക്ക് ഒന്ന് അകത്തി ഒന്ന് മൈക്ക് കൺട്രോൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ നല്ലൊരു പാട്ട് ഞാനിങ്ങനെ വളരെ ആസ്വദിച്ചിരുന്ന് കേട്ടു. താങ്ക് യു ഫോർ ദ സെലക്ഷൻ താങ്ക് യു സർ. ആൻഡ് യുവർ റെൻഡിഷൻ. താങ്ക് യു സർ. അഗെയിൻ ഐ ലവ് യു. താങ്ക് യു സർ. ലവ് യു ടു സർ. അഗൈൻ. താങ്ക് യു സാർ. ചേച്ചി യശ് മാം. ഉഗ്രനായിരുന്നു. താങ്ക് യു മാം. ചേച്ചിക്ക് സന്തോഷായി. ഓഫ് കോഴ്സ് ഒരുപാട് സന്തോഷം. കാരണം ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സോങ്. അങ്ങനെ എളുപ്പമല്ല. സിഡ് അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ആ ഒരു റേഞ്ച് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ലതുപോലെ പാടി. താങ്ക് യു മാം. ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പറഞ്ഞ ഷാൻ ആദ്യം പറഞ്ഞ ആ ഒരു ടെക്നിക്കൽ ചെറിയ അത് ഉണ്ട്, ദാറ്റ് ഇസ് ദയർ. അത് ഇറ്റ്സ് ഹ്യൂമൻ. പക്ഷെ അതല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് മനോഹരമായിട്ട് പാടി യശ്. താങ്ക് യു മാം. ഐ എം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് Thank യു you, ma'am. ചേച്ചി. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ. ശരത് സാർ. ചക്കരെ, യെസ് സർ. എന്തൊക്കെയാലും ഞാൻ ഈ ഒരു നിനക്ക് മാർക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഹിഷാമിൻ്റെ അടുത്ത്, ഹിഷാമെ നീ ഇത് കാണുകയാണെങ്കിൽ നമ്മുടെ യഷിനെ കൊണ്ടൊരു പാട്ട് പാടിക്കടാ. നിനക്ക് Thank you, sir. ഞാൻ ഗ്യാരണ്ടി Thank you. അതിന്. നീ ഡെഫിനറ്റ് ആയിട്ട് ഉടനെ തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ഇവന് 9.9 മാർക്സ് കൊടുക്കും. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. MG സാർ. ഞാനും കൂടെ പറയണ്ടേ? ഓഫ് കോഴ്സ് പറയണം സർ. എടാ മക്കളെ ഹിഷാമേ, നീ പാട്ട് കൊടുത്തിരിക്കണം. അതെ. കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ പണി തരും. ഐ എം ഗിവിംഗ് യു 9.9. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. യശേ, സർ. ഇഷാൻ നിന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടാൽ ഉറപ്പായിട്ടും നിനക്കൊരു കന്നഡ. പാട്ട് കിട്ടിയിരിക്കും. താങ്ക് യു സർ. അതില് മീൻസ് എ ലോട്ട് ടു മീ സർ. ഒരു സംശയമില്ല. പിന്നെ അവൻ ഈ പുതിയ ആളുകൾക്കൊക്കെ അവസരം കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ഡോണ്ട് വറി, എന്തായാലും ഒരു കോള് വരും കേട്ടോ. താങ്ക് യു സർ. 9.9. ഓക്കെ, അപ്പൊ മിസ്റ്റേക്ക് രാഗാസ് ടോട്ടൽ 19.8. സൂപ്പർ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് സൂപ്പർ. യു. താങ്ക് യു. ഇനി നമുക്ക് മാജിക് ബീറ്റ്സിന്റെ പെർഫോമൻസ് കാണാം. സോ ലെറ്റ്സ് വെൽക്കം കാർത്തിക. ഒരു വണ്ടു തിന്ന പൂവോരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി നീ തോറ്റടിഞ്ഞ ജാൻസി റാണി പാട്ടൊടിഞ്ഞ കാശവാണി തോട്ടുവക്കത്താടി നിക്കണ കാടാടി മടിനി അടിമുട്ടി ഇടിഞ്ഞ കൊട്ടുമുട്ടി ഒടിഞ്ഞ മെത്തിയടി നനഞ്ഞ കതിനനി ഉഴഞ്ഞ കുതിരനി ഒളിഞ്ഞൊരതിരനി അശുഭ മംഗളകാരി
Charu, and the kind of girl you been messing. Cause I'm the glass of wine you later been messing. So wait for my party, I'm putting on my chimney. Watch me and the wobbling the tari tumpu kalaki. All the eyes on me, they say I'm a mediki. I'm gonna make you shade that Charu on the kalaki. A vibe to the talamela motion daddy. Get crazy to the beat of Banjari. Gotta be called the queen, but they call me Ashubha Mangalakari. Polli parra enna pagiridu pugayide. Kala pilla talla polli enna kalavide. Chirigala enna nunnayide paniyide. Paliyide paliyide bala pulluvide. Panna mozhi enna kiriyide paliyide. Chirigala enna nunnayide paniyide. Ottile cherudatta pole kochile nee chatta pole nee kaatuva nambadi nee thottu kunnambadi nee aattukallin chotilotta poochadi nee kaalavadhi kazhinjurangirikana vedana samhari ashubha mangalakari. ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുതി നീ തോറ്റടിഞ്ഞ ജാൻസി റാണി പാട്ടൊഴിഞ്ഞ കാശാവാണി തോട്ടുവക്കത്താടി നീ കാതാടി മട്ടിനി അട്ടിമുട്ടി ഇടിഞ്ഞ കൊട്ടുമുട്ടി ഒടിഞ്ഞ മെത്തിയടി നനഞ്ഞ കത്തിനനി ഉഴഞ്ഞ കുതിരനി ഒളിഞ്ഞൊരതിരനി. അശുഭ മംഗളകാരി. ആറ്റിറ്റ്യൂഡ് മോളെ, ആറ്റിറ്റ്യൂഡ്. അരെ വാ 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 വാ. കാർത്തിക എന്തോ പൊളിച്ചു മോളെ, സൂപ്പർ. റാപ്പൊക്കെ എന്ത് കിടിലായിട്ടാ പാടിയേ. എന്നൊക്കെ ആറ്റിറ്റ്യൂഡേ മാറിയിട്ടാ. ഞാൻ എപ്പോഴും ചെയ്യുന്നതൊക്കെ ഇങ്ങനെയൊക്കെ. ഓക്കെ, എങ്ങനെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെ ആ ലുക്ക് എന്ന് കാണിച്ചേ. അയ്യോ. ഓക്കെ, ചോദിക്കാം. ചേച്ചി കാർത്തിക എന്തോ മാം, എന്തൊരു പെർഫോമൻസ്. ഓ മൈ ഗോഡ്, നമ്മൾ എല്ലാവരും ആറ്റിറ്റ്യൂഡായി. പെർഫോമൻസ്, മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഉഗ്രനായിരുന്നു. പെട്ടെന്നൊരു വേറെ തന്നെ ഒരു കാർത്തിക. Oh my God. Totally different. Yeah, you're right. ഒരു വേറെ വോയിസ്, ഒരു വേറെ സ്റ്റൈൽ, പിന്നെ ലുക്ക് ഓൾസോ ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. ഇത് ആരാണ് സെലക്ട് ചെയ്തത്? അച്ഛൻ, അമ്മ. ഓ ഡാഡി കൂൾ. ഓ മൈ ഗോഡ്, Daddy cool. Oh my god, and mummy also nice. Daddy മമ്മി വീട്ടിലില്ല. Daddy mummy വീട്ടിലില്ല. Oh no, അന്നേരത്താണ് ഇത് പഠിച്ചത്. അതെ, കറക്റ്റ്. ഉഗ്രനായിരുന്നു. താങ്ക് യു മാം. ഓർക്കസ്ട്ര അടിച്ചു പൊളിച്ചു. Oh my God. ഉഗ്രനായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും മോളുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടം ചെയ്തു, ഇഷ്ടപ്പെട്ടു. ഓ, പെട്ടെന്ന് യശ് കോഴി വന്നു. Yes. ഇഷ്ടം വന്നു എന്നൊക്കെ. ശുരു കറോ. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഉഗ്രനായിരുന്നു. താങ്ക് യു മാം. I love you. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. സൂപ്പർ. MG സർ. മക്കളെ, എന്തോ സാർ. ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു സാർ. കാരണം നല്ല രസമുണ്ട്, കാരണം റാപ്പും. പക്ഷെ ഇതിന് നമുക്ക് വേറൊരു നമുക്ക് രീതിയിൽ കൊടുക്കാൻ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കമന്റ്സ് ഒന്നും വരുന്നില്ല. നന്നായിരുന്നു എന്ന് പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ അവിടുത്തെ സംഗതി പോയി, ഇവിടുത്തെ ഇത് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരു ഉപഹാരം തരാം. ഓക്കെ സാർ. ഒരു വണ്ടു തിന്ന പൂരുച്ചി, തണ്ടൊടിഞ്ഞ ചെമ്പരത്തി, മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി, നീ തോറ്റടിഞ്ഞ ജാൻസി റാണി, പാട്ടൊഴിഞ്ഞ ആകാശവാണി, തോട്ടുവക്കിലാടി നിൽക്കണ കാറ്റാടി, മടി നീ അടിമുടി
ഇടിഞ്ഞ കൊടുമുടി ആ നനഞ്ഞ കതിര നീ ആ നനഞ്ഞതാ. കുഴഞ്ഞ കുതിര നീ പൊളിഞ്ഞൊരതിരു നീ ആ ഗരിസരിസത്ത സദപ്പ പകറ്റി ഗരിസ നീ പണ്ടു തിന്ന പൂരുത്തി പൂരുത്തി. എന്തൊരു ഐശ്വര്യം, എന്തൊരു ഐശ്വര്യമാണ്. ഒരു വിളക്ക് കത്തിച്ച പോലെ. സന്ധ്യക്ക് ഇനി ആ പൂജ അങ്ങോട്ട് തുടങ്ങാം. അതെ, തുടങ്ങാം നമുക്ക്. തുടങ്ങിക്കോളുക ശരത് സർ. സൂപ്പർ സൂപ്പർ. കാലയ്ക്ക് അതായിരുന്നു നല്ലത് ഇതില്. ഓക്കെ, നൈസ്. ഇനി ശരത് സാർ റാപ്പ്. കാർത്തിക എന്തോ സാർ? തകർത്തു. താങ്ക് യു സാർ. നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം പ്രതീക്ഷിക്കുന്നില്ല കാർത്തിക. കാര്യം അതൊരു എന്താ പറയണ്ട, ഒരു രസമായിരുന്നു. റാപ്പാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നീ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉള്ള ഈ പാട്ടൊഴിഞ്ഞ ആകാശവാണി. പാട്ടൊഴിഞ്ഞ ആകാശവാണിയാണ്. അത് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം കേട്ടോ. പിന്നെ വേറൊന്നുമില്ല കേട്ടോ. മറ്റേ എല്ലാം നല്ല നല്ല രസം. പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത ആ 3 പിഞ്ചു പൈതലുകൾ, അതും നന്നായിരുന്നു. മൊത്തത്തിൽ നല്ല ഒരു ഇങ്ങനെയുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു എനർജിയാണ്. അല്ല, ഇതിപ്പോൾ ഒരു ആ സ്ഥലം ഇപ്പോൾ MG അണ്ണൻ പറഞ്ഞ പോലെ ആ അശുഭം, അത് അവിടെ ഒരു ഇച്ചിരി ഫ്ലാറ്റാണ്, അതിൻ്റെ അപ്പുറം കുറച്ച് ഷാർപ്പാണ്, ഇപ്പുറത്ത് കണ്ടത്തിറങ്ങി, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം ആ ഒരു മൂഡ് നമുക്ക് കിട്ടുന്നു, ആ ഒരു വൈബ് കിട്ടുന്നു എന്ന് നോക്കുക. അതാണ് നമ്മൾ ഈ ഒരു റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അങ്ങോട്ട് വളരെ അങ്ങനെയല്ല. അതൊരു ഹ്യൂമൻ എലിമെൻ്റ് വേണം ഇങ്ങനെയുള്ള പാട്ടുകൾ. എപ്പോഴും അത് കുറേയും കൂടെ തകർക്കുന്നത്. എനിക്ക് കുറേ ഇഷ്ടമായി. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ, ഷാനിക്ക. കാർത്തിക എന്തോ സാർ? അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. ഈ സോങ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. അത് മോള് വാരിക്കോരി അങ്ങ് വിളറിയിട്ടു. താങ്ക് യു സാർ. പിന്നെ ഈ റാപ്പ് പോഷൻ എന്നും പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ല. അത് പാടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അതൊക്കെ ഉഗ്രനായിട്ട് ചെയ്തു. പിന്നെ 3 പേര് പാടിയ പാട്ട് അല്ലേ? ഈ ജമൈമൊക്കെ എനിക്ക് വേണ്ടിയിട്ടും റാപ്പ് ചെയ്തിട്ടുണ്ട്. ഉഗ്രനാണ്. വേറെ എന്താ ഇപ്പൊ പറയാ? പിന്നെ സുഹേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു എഴുതും. എനിക്ക് ഏറ്റവും ഇഷ്ടം കാലം കഴിഞ്ഞ വേദന സംഹാരി. എന്താണ് അതൊരു ഭയങ്കര തോട്ട് പ്രോസസ്സാണ്. ഇപ്പം നമ്മുടെ അതിരടിയിലും സുഹേൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരു ഹായ്. അടിപൊളിയായിട്ട് പാടിയോളാം. കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എന്തായാലും ലേറ്റസ്റ്റ് ഹിറ്റ്സില് മിസ്റ്റിക് രാഗാസ് കിഡിലൻ മാർക്കാണ് സ്കോർ ചെയ്തത്. ഇനി മാജിക് ബീറ്റ്സ് എത്ര സ്കോർ ചെയ്യുന്നു നമ്മൾ അറിയാൻ പോവാണ്. എന്തായാലും കമന്റ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഓക്കെ, ചോദിക്കാം. ക്യാപ്റ്റന്റെ നെഞ്ച് പെടയുന്നു. Would you like some marks? Yeah, of course. Sharad sir. 9.1. Thank you sir. Thank you sir. MG sir. 9.1. Thank you sir. Thank you sir. ചേച്ചി. കാർത്തികയുടെ മാർക്സ് ദാ ഇങ്ങനെ ഇതിലേക്ക് പറന്നു പോകുന്നുണ്ട്. ഓ ഓക്കെ. ടോട്ടൽ 18.2. സൂപ്പർ. ഗുഡ്. ഓക്കെ ജഡ്ജസ്, അങ്ങനെ രവീന്ദ്ര സംഗീതം റൗണ്ട് കഴിഞ്ഞു, ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മള് ട്രിബ്യൂട്ട് റൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് എന്നാണ് വരാൻ പോകുന്നത്. ഹനക്കുട്ടിയാണ് നമ്മുടെ ആശാ ഭോസ്ലെ മാമിനെ ട്രിബ്യൂട്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഹന.
वाला अखियों में ऐसा डाला कजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय रे मैं तेरे कुर्बान कजरा मोहब्बत वाला अखियों में ऐसा डाला कजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान आई हो कहाँ से गोरी आँखों में प्यार लेके आई हो कहाँ से गोरी आँखों में प्यार लेके जड़ती जवानी के पहले बहार लेके दिल्ली शहर का सारा मीना बाजार लेके दिल्ली शहर का सारा मीना बाजार लेके झुमका बरेली वाला कानों में ऐसा डाला झुमके ने ले ली मेरी जान हाय रे मैं तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय रे मैं तेरे कुर्बान
മാഷാഅല്ലാ. ഹന ചേച്ചി സൂപ്പർ ആയിട്ട് പാടി. ചേച്ചി ഭയങ്കര ക്യൂട്ടായിരുന്നു. നല്ല ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് എന്ത് പറ്റി? പോസ് മറന്നുപോയി? അല്ല, ഞാൻ വിചാരിച്ചു അത് ഇനിയും BG ഉണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും തീർന്നു പോയി. അയ്യോ, ലാസ്റ്റ് എന്തെങ്കിലും പോസ് കഷ്ടമായി പോണു. വലിയൊരു കഷ്ടമായി പോയി. അവരങ്ങ് നേരത്തെ നിർത്തി കളഞ്ഞല്ലേ? അത്രേ ഉള്ളായിരുന്നു. ചോദിക്കാം നമുക്ക്. ആ. ആദ്യം ആരോടാ ചോദിക്കണ്ടേ? MG സാർ. MG സാർ. മക്കളെ സാർ ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. മോളുടെ ശബ്ദം ഉണ്ടല്ലോ, ഒരു ഇന്നസെന്റ് വോയിസ് ആണ്. താങ്ക് യു. അപ്പൊ ആ ശബ്ദത്തിൽ കേട്ടപ്പം മറ്റൊരു എന്തുകൊണ്ട് ഒരു സുഖം. താങ്ക് യു സാർ. ആശാജി പാടിയത് അത് വേറൊരു ലെവൽ. മോള് അത് തന്നെ പാടി, പക്ഷെ ആശാജി അത്ര ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. മോളുടെ സ്റ്റൈലിൽ തന്നെ പാടി. പക്ഷെ ആശാജിയുടെ ചില എന്താണ് പറയുന്നത്, ചില ഇംപ്രവൈസേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, ചില അങ്ങനത്തെ ഒക്കെ ഉള്ള ആ ഒരു എടുപ്പുണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ആ ഏരിയ ഒന്ന് പാടാവോ? कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान ആ ഒരു कुर्बान. അങ്ങനെ അത് കുറച്ച് വേണേ നമുക്ക് കടമെടുക്കാം, കുഴപ്പമില്ല. കാരണം അതൊക്കെ അതിന്റെ ഒരു സ്റ്റൈലാണ്. പിന്നെ മോക്ക് 1-2-3 സ്ഥലത്ത് ചെറുതായിട്ട് ഒരു സ്ലിപ്പായിട്ടുണ്ട് കേട്ടോ. ഈ ജാൻ എന്ന് പറഞ്ഞ, പിന്നെ ലാസ്റ്റിലെ തേരി, ആ ഒരു സംഗതി ഒന്ന് സ്ലിപ്പായി. കുഴപ്പമൊന്നുമില്ല, എന്നാലും ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കേൾക്കാൻ വേണ്ടി നല്ല രസം. ആരാ സെലക്ട് ചെയ്തേ? ഇത് ഞാൻ തന്നെ. ഞാൻ തന്നെയാണോ? അത് ശരി. എനിക്കൊരു അടി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരില്. അതായത് അറബി ഒട്ടവും മാധവൻ നായരും എന്ന ചിത്രത്തില് പ്രിയം പറഞ്ഞു നീ മ്യൂസിക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും ചെയ്യാൻ ഞാൻ പാടാന്ന് പറഞ്ഞു. വേണ്ട, നീ ചെയ്. കാരണം വേറൊന്നുമല്ല, പ്രിയന് ഈ പാട്ട് അതിനകത്ത് വേണം. അപ്പോൾ വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവർ പറയാം അയ്യോ അത് നമുക്ക് പറ്റത്തില്ല, കാരണം അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയം പറഞ്ഞു, ഞാൻ പറഞ്ഞു പല പാട്ടുകളും ഞാൻ മ്യൂസിക് കൊടുത്തു. പ്രിയം പറഞ്ഞു അതൊന്നുമല്ല, നീ ഇതിനെ പിടിച്ച് ഇതിൻ്റെ ബേസിസിൽ തന്നെ ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞു പ്രിയ എനിക്ക് ചീത്തവിളി, നിനക്ക് ചീത്തവിളി കേട്ടാൽ എന്താ, കൂടിപ്പോയാൽ ഒരു മാസം കേൾക്കും, അത്രയല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന്. അപ്പം എനിക്ക് ചെയ്യാനും വയ്യ ചെയ്യാതിരിക്കാനും വയ്യാതെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുന്നത്. അപ്പോൾ പല്ലവി ഞാൻ എന്ത് ചെയ്താ അതെടുത്ത് ഞാനങ്ങ് പല്ലവിയാക്കി. മനസ്സുമയക്കി ആളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ, ചേലുള്ള നാടൻ മീനുകൾ. മനസ്സുമയക്കി ആളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ, ചേലുള്ള നാടൻ മീനുകൾ. അങ്ങനിട്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ നാട്ടുകാർ വിടുവോ? എന്നെ എടുത്തിട്ട് അലക്കി. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിന്റെ ഇടയിൽ. ആ പാട്ട് കേട്ടിട്ടില്ലേ? ആ ഖജരാ മുഹബത്ത് വാല എന്നുള്ള പാട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്ന് പറയും? MG ശ്രീകുമാർ. ഇവള് ഒരു ഇന്നസെന്റ് പെൺകുട്ടിയാണ്. ആ ഉത്തരം കണ്ട് എന്തൊരു കോൺഫിഡന്റ്, ആത്മാർത്ഥതയോടെയുള്ള ഒരു ഉത്തരം. എന്ത് പറയൂ? വെരി ഗുഡ്. ഏതായാലും ഇവിടെ എത്തിച്ചില്ലേ? ബോംബെന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയില്ലേ ഞാൻ? അതിന് നിങ്ങളൊരു നല്ലൊരു ഐഡിയ. ആർക്കെങ്കിലും ആ ധൈര്യം ഉണ്ടാവും. ഉണ്ടാവും. അന്നാ ചെയ്യ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി നല്ല സ്റ്റൈലായിട്ട് പാടി ഹന. താങ്ക് യു മാം. ഇനി ഇത് 2 പേര് പാടി പാട്ടാണ് അല്ലേ? സാറ് പറഞ്ഞ അതേ പോയിന്റ്സ് ആണല്ലോ ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. എന്തായിരുന്നു? ജാൻ. मेरी जान हाय रे मैं तेरे कुर्बान. ഒരു എയറി ഒരു ഫീൽ കൂടെ വരുന്നുണ്ട് അതില്. കാരണം അതൊരു മെയിൽ പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് അവര് പാടിയ വിധം. അപ്പൊ അതൊരു ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ഒന്ന് മോൾക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഇന്ന് പാടിയൊക്കെ നന്നായി പാടി, മോളുടെ വോയിസ് നല്ല ക്യൂട്ടായിരുന്നു. ആ എക്സ്പ്രഷൻസ് ചിലത് കൊണ്ടുവരാമായിരുന്നു. പിന്നെ ഒരു വാക്ക് ഗുലാമല്ല, ഗുലാമാണ്. അതിന്റെ അടിയിൽ ഒരു കുത്തുണ്ട്, ഗ
ഗുലാം എന്ന് പറയണം. ഓക്കെ, ആ. ആ ചരണത്തില് ജബ് സേ ഹ ദേഖാ തുജ്കോ ഹോഗേ ഗുലാം ഗു 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 അല്ല ഗ. ഗു ആ ഗുലാം. അപ്പൊ അത് അങ്ങനെ ആ പ്രൊണൗൺസിയേഷൻ അങ്ങനെ വരണം. അതാണ് എനിക്കതിൽ പ്രത്യേകിച്ച് തോന്നുന്നത്. അല്ലാതെ മോള് കുറേ സ്ഥലങ്ങളൊക്കെ ഭംഗിയായിട്ട് പാടി. ഒരു സംഗതി മാത്രം അനുപല്ലവിയിലും ചരണത്തിലും സ്ലിപ്പായി പോയത്. കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കുന്നോ? ആ दिल्ली शहर का सारा मीना बाजार लेके दिल्ली शहर का सारा मीना बाजार. കുഴപ്പമില്ല, ഒരു ഓട്ടം ഉണ്ട്. ഒരു ഓട്ടം ഉണ്ട്. ആ ഓട്ടമാണ് നമുക്കൊന്ന് റെഡിയാക്കേണ്ടത്. അത് മോള് റെഡിയാക്കിക്കോളൂ അല്ലേ? അതേ സംഗതി തന്നെ മോളുടെ നെക്സ്റ്റ് ലൈനിലും സയ്യാ ബേദർദി മേരെ തോടാ സാ പ്യാർ മാംഗൂ. സയ്യാ ബേദർദി മേരെ ആ മേരെ അവിടെ ബാക്കി കാറ്റാ വരുന്നത്. അത് കുറച്ചുകൂടെ ഒന്നിനെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. ഈ രണ്ട് സംഗതികളാണ് എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാം എന്ന് തോന്നിയ ഒരു കാര്യം. അല്ലാതെ മനോഹരമായിട്ട് പാടി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ചേച്ചി ഒരു പാട്ട് ചേച്ചി ഇതേ ലുക്കിലൊക്കെ വന്നല്ലേ? കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി. അടിപൊളി അടിപൊളി. അടിപൊളി. താങ്ക് യു ചേച്ചി. ശരത് സാർ. പാറു, ആ നിനക്ക് ഇഷ്ടായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എനിക്കും ഇഷ്ടമായിട്ടാ. അപ്പൊ ഓക്കെ, കഴിഞ്ഞു സാർ. വളരെ ഉഗ്രം പാട്ട്, കീട്ടുക്കാച്ചി പാട്ട്. അയ്യോ മോളെ, ആ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു കുറെ ഒരു 10-40 വർഷം മുമ്പ് എല്ലാ ഗാനമേള സദസ്സുകളിലും ഈ പാട്ടുണ്ടാവും. ഫീമെയിൽ വന്നാൽ ടുവേർഡ്സ് എൻഡ് ഇതില്ലാത്ത ഒരു ഗാനമേള പരിപാടി ഇല്ല. വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ആ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടാമോ? ആ അതാണ്, അത് പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ. ആ അത് പാടണം. അതാണ് അതിന്റെ ഒരു ഗ്രിപ്പ്. അവിടെ കൊണ്ടുപോയി ഒതുക്കി. ഞാൻ വിചാരിച്ചു മനഃപൂർവ്വം അതെന്തിനാ അത്ര മെനക്കെടുത്തെന്ന് വിചാരിച്ചിട്ട് മോള് പാടാന്ന് വിചാരിച്ചു. ഒന്ന് once more please. Sir, rewind and play. Please, please. അത് അങ്ങനൊന്നും പാടാമോ? അപ്പോൾ അതൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഏരിയ, നമുക്കൊക്കെ രസമുള്ള ഒരു ഏരിയ അല്ല. അത് വിട്ടുകളായിരുന്നു. ഇത് ഞാൻ ശരിക്കും ഇത് പാടി നടന്നായിരുന്നു. എന്തിനു? എവിടുന്ന് ബീച്ചിലോ? സാറും മിസ്സും എന്നെ പഠിപ്പിച്ചായിരുന്നു. ഞാൻ പാടുന്നുണ്ട്, പക്ഷെ സത്യമായിട്ട് ഇത് ഞാൻ അറിയാതെ മറന്നു ഇത്. അത് പാടി അല്ല, മീൻസ് അത് പാടിയോ ഇല്ലയോന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ സ്വബോധമില്ലാതെ ഇവിടെ നിന്നത് അല്ലേ? അതായത് ഈ സ്റ്റെപ്സ് ഒക്കെ ഉള്ളപ്പോ നമ്മളുടെ കയ്യിലൊന്നും നിക്കത്തില്ല. അല്ല, സ്റ്റെപ്പ് മുഴുവൻ കയ്യിലായിരുന്നു. അല്ല ഇപ്പൊ ഇതെങ്ങനെ മിസ്സായെന്നുള്ള ഇതില് 3 അനുപല്ലവി 2 ചരണമില്ല, 3 ചരണമില്ല മൊത്തത്തില്. 3ന്റെ ഇടയ്ക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അത് പാടിയതും ഇല്ല, കളിച്ചതും ഇല്ല. പക്ഷെ അത് പാടിയില്ലെന്ന് ഞാൻ ഇപ്പൊ പറയുമ്പോഴറിഞ്ഞതും. ആ നന്നായി, എല്ലാം നന്മയുണ്ടാവട്ടെ. ശരിയല്ല, എനിക്ക് തൃപ്തിയായി. ഹന വീട്ടിലുണ്ടെങ്കിൽ വേറെ ആർക്കും ഈ സമയം കളയാൻ വേറെ ഒന്നും വേണ്ടല്ലോ. നിന്നോട് സംസാരിച്ചോണ്ടിരുന്നാ മതി. ഡീസൻസി ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. അത് വളരെ സഭ്യമായിട്ടുള്ള ഭാഷയില് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാവിലെ എണീക്കും. എത്ര മണിക്ക്? 6 മണി അടുപ്പിച്ച്. ഒരിക്കലുമില്ല ഹന, ഒരിക്കലുമില്ല. അങ്ങനെ ഈ കള്ളത്തരങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. വൈകിട്ടാണോ? വൈകുന്നേരം ആയിരിക്കും. അല്ലല്ല, രാവിലെ എണീക്കും. എത്ര മണിക്ക്? പക്ഷെ അത് ഞാൻ റിവീൽ ചെയ്യില്ല. റിവീൽ ചെയ്യണം.
അത് വെളി പറയാൻ വളരെ സാരമില്ല, രസമാണ്. വേണം. സ്വന്തമായിട്ട് പറയൂ പറഞ്ഞു കുഴപ്പമില്ല. പോരട്ടെ Come on. 8. ആ, ഞാനൊരു മതി. മോളെ ഞാനും കൂടെ ഉണ്ട്. പല്ല് തേക്കും, ഫ്രഷ് ആവും. ആ. ചിലപ്പോ രാവിലെ കുളിക്കും. എന്നുവെച്ചാല് ചിലപ്പോ ഒരു മൂഡ് വരികയാണെങ്കിൽ കുളിക്കും. എന്നിട്ട് ഞാൻ ഉച്ചയാകുമ്പോ നിസ്കരിക്കും. എന്നിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണം വീണ്ടും കഴിക്കും. അപ്പോഴത്തേനും കാലത്ത് ആയിരിക്കും ഭക്ഷണമില്ലേ? രാവിലെ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിച്ചു. ആ. ഞാൻ എപ്പോഴും ഫോണിലെന്ന് വെച്ചാല് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ അമൃത ടിവിയുടെ അമൃത ടിവിയുടെ. എന്ന് വെച്ചാൽ പുതിയ അപ്ഡേഷൻസ് കൂട്ടുകാരോ കൂട്ടുകാരന്മാരൊന്നും വിളിക്കത്തില്ലേ? ഫോൺ നോക്കാറുണ്ട്. രാവിലെ എണീക്കുമ്പോഴേ ഫോൺ എടുക്കും. പക്ഷെ അത് പറയാൻ പറ്റത്തില്ലല്ലോ. പറയാലോ. അല്ല നമ്മൾ കൂട്ടുകാര് വിളിക്കില്ലേ? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ളത്. കൂട്ടുകാർ വിളിക്കില്ലേ? കൂട്ടുകാരെ വിളിക്കും. ആ. ഞാൻ അർജുനെ വിളിക്കും, ശിവാനി, അജൽ. അല്ല ഇവിടെ ഉള്ളവരല്ലാത്ത ആരുമില്ലേ? ഇല്ല, ചില കോളേജസ് നിന്നൊക്കെ. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. അതാ ഞാൻ പറഞ്ഞു. അതെന്തുവാന്നറിയാവോ? ഞാൻ അത്യാവശ്യം പാട്ട് പാടുന്ന ഒരാളാണ്. എന്നുവെച്ചാല് ഇവിടുത്തെ തുളസിക്കതിർ ഇറങ്ങിയല്ലോ. പേരെന്താണ്? എനിക്ക് പേര് ഓർമ്മയില്ല. ആ ഉണ്ട്. ഇല്ല 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 ഉണ്ട്. ശരി, ശരി. ഇല്ല ഇല്ല, അത് ഓർക്കരുത് നമ്മള്. ആ, ശരി. ഓക്കെ. പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. ഇല്ല അതാരും കേട്ടില്ല. ഇല്ലില്ല. എന്നിട്ട് എന്റെ തുളസിക്കതിരിന്റെ വീഡിയോ ഇറങ്ങിയപ്പോ ഞാനത് സ്റ്റോറി ഇട്ടു. സ്റ്റോറി ഇട്ടപ്പം എനിക്ക് ഇങ്ങോട്ട് റിപ്ലൈ ചെയ്തു, ഞാൻ അത്യാവശ്യം മാപ്പിളപ്പാട്ട് പാടുന്ന ഒരാളാണ്. എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞ, എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കുട്ടി ഒന്ന് വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ. കോണ്ടാക്ട് നമ്പർ ഒക്കെ അയച്ചു. ഫോട്ടോ അയച്ചല്ലോ. ഫോട്ടോ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ഐഡിയ ഉണ്ട്. പക്ഷെ എനിക്ക് മുഖം ഒന്നും ക്ലിയർ ആയില്ല. കാരണം എന്നെക്കാട്ടിലും നല്ല പ്രായമുള്ള ഒരാളാന്നാ തോന്നിയത്. അയ്യോ ഇഷ്ടപ്പെട്ടു. ഞാനൊരു കൊച്ചല്ലേ, എനിക്ക് കൊച്ചിന്റെ പ്രായം പോലും ആയില്ല. കല്യാണപ്രായം ആയിട്ടില്ല. ഓ, അപ്പൊ അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും കുറച്ചേരം വാങ്ക് വിളിക്കും, നിസ്കരിക്കും, എന്നിട്ട് പാട്ട് പഠിക്കും, എന്നിട്ട് വൈകുന്നേരം രാത്രി ഫുഡ് കഴിക്കും. അപ്പൊ ഈ ഫുഡ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണോ വീട്ടിൽ? അപ്പൊ എന്ത് കാരണം അവൾക്ക് ഉണ്ടാക്കാനുള്ള ടൈമില്ല. കാര്യം ഫോൺ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കണം. പിന്നെ ഉണ്ടാക്കിയാലും നിൽക്കണ്ടേ. ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ നമ്മൾക്ക് അത് ഉണ്ടാക്കാനുള്ള അവസരമില്ലല്ലോ. സമയമില്ല. ഞാൻ ഒരു ദിവസം ഉമ്മയെടുത്ത് പറഞ്ഞു, ഉമ്മി ഈ വർഷം എന്തോ ആണെങ്കിലും എന്റെ കല്യാണം കാണും, എനിക്ക് അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ ഇപ്പൊ എന്നെ പറഞ്ഞത് ഇപ്പൊ അങ്ങ് വേണ്ട. കളിയാക്കി പറയുന്നയാ. കളിയാക്കി പറഞ്ഞു ഉമ്മി എന്തായാലും ഈ പ്രാവശ്യം എന്താണെങ്കിലും എന്റെ കല്യാണം കാണും, ശിവാനി കെട്ടുന്നതിന് മുന്നേ എന്നെ കെട്ടി അന്തസ് പ്രൂവ് ചെയ്യണം. കല്യാണം കഴിച്ചാണോ അന്തസ് പ്രൂവ് ചെയ്യുന്നത്? അല്ല, ചുമ്മാ എന്താ റിപ്ലൈ എന്നറിയാൻ വേണ്ടി. ശിവാനി കല്യാണം കഴിക്കാൻ പോകണോ? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ആണോ? അപ്പൊ ഇതൊരു കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ. നിങ്ങൾ ആരായിരിക്കും ആദ്യം കെട്ടുന്നത്? കോമ്പറ്റീഷൻ ഐറ്റം പറ്റിയ സാധനം കേട്ടോ. പ്രായം കൊണ്ട് അവളായിരിക്കും ആദ്യം അല്ലേ? പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇല്ല, ഞാൻ പറഞ്ഞു ഞാനിപ്പോ അടുക്കളയിലെ എല്ലാം നോക്കാം. പക്ഷെ ഞാൻ ഉമ്മി പോകുന്നതിനൊക്കെ ലേറ്റ് ആയിട്ടല്ലേ എണീക്കുന്നത്. ഉമ്മി ഒരു അത് പറഞ്ഞില്ല 9:30. ഹനെ, നിന്റെ അടുത്ത് എനിക്ക് ഒരു ഒറ്റ അഡ്വൈസേ ഉള്ളൂ. കക്കാൻ പഠിച്ച നിക്കാൻ പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ചെയ്യരുത്. എന്തൊരു വിരോധാഭാസമാണ് ഇപ്പം കാണിച്ചത്. കംപ്ലീറ്റ് കുട എനിക്ക് പോകുന്ന ഉമ്മി പറയുന്നതാ. മതി, നിറഞ്ഞു. വയറ് നിറഞ്ഞു കുഞ്ഞ്. അല്ല, എന്റെ കമന്റ് കഴിഞ്ഞ അത്രേ ഉള്ളൂ. മോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഹന പാടുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്ലസന്റ് ഫീല് ഉണ്ട്. അത് ഏത് പാട്ട് പാടുമ്പോഴും അതിനൊരു ഭയങ്കര പ്ലസന്റ് ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഹന പാടുമ്പോൾ അത് എന്തോ ആ വോയിസ് ഉണ്ടാവും, ആ ഒരു പിന്നെ ബോഡി ലാംഗ്വേജ്, അതെല്ലാം കൂടെ കൂടിയിട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ് ഹന പാടുന്നത് കേൾക്കാനും കാണാനും. എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് പറയാനുള്ളത് മോളെ, ഇതുപോലെ അതർ ലാംഗ്വേജസ് എടുത്തിട്ട് വരുമ്പോൾ ഡിക്ഷനാണ്. ഇപ്പം മഞ്ജരി പറഞ്ഞ പോലെ ഗുലാം, ഇപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് അത് ഗുലാം എന്ന് അല്ല. പിന്നെ അതുപോലെ ചടുത്തി ആണ് മോള്, ജടുത്തി എന്നൊക്കെയാണ് പാടി. അത് ചടുത്തിയാണ്. അതുപോലെ ജുംക്ക, അത് ജുംക്ക അല്ല. ജുംക്കാന്റെ അർത്ഥം എന്താണെന്നറിയാം? എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ. അതുപോലെ ഷഹർക്ക അല്ല, ഷെഹർ. ഷെഹർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? സിറ്റി. സിറ്റി. അപ്പൊ മോൾ പാടിയത് ഷഹർ
എന്നാണ്, ആ. ഷെഹറാണ്. ഉം. അപ്പൊ അങ്ങനെ കുറച്ച് ഡിക്ഷൻ ഇഷ്യൂസ് ഒന്ന് ക്ലിയർ ചെയ്യാം. ആ. ബാക്കി പിന്നെ മോള് പാടുമ്പോൾ ഒരു ചാമുണ്ട്. താങ്ക് യു സർ. ഞാൻ ആ ചാമിൽ മതിമറന്ന് അങ്ങ് ഒഴുകുകയായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സർ. ഉദ്ദേശം എത്ര ആയിരിക്കും? ഉം. അതും കൂടെ പറഞ്ഞേര്, തീർന്നല്ലോ. 9.9. അത് കറക്റ്റാ. 9.3. 9.3. വാവ്. എന്റെയും കൂടെ ഒന്ന് പറയാമോ? ആ. അത്ര ജോലി പറയുമല്ലോ. 9.4. 9.3. താങ്ക് യു സർ. ചേച്ചി. ഹനയുടെ മാർക്സ് ദാ പറന്ന്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 18.6. ഗുഡ് ഗുഡ് ഗുഡ്. ഗുഡ് ഗുഡ് ഗുഡ്. Thank you. ഹാപ്പി അല്ലേ? ഓക്കെ. So much. Superstar.